ഇന്ന് നൈറ്റേ ഞാൻ ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളയാം. അതിപ്പോൾ ആളിൻ്റെ ഒരു പീസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 പീസ് ഞാൻ എടുത്തേ. എന്നിട്ട് അത് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഉടയണം കേട്ടോ. അതിൽ കട്ടയും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാരുണ്ടായാലും കുഴപ്പമില്ല. നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണേ. ഗോതമ്പ് പൊടിയും ഞാൻ ഇതുപോലെ തന്നെയാണ് എടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കയ്യിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം അധികം ആവശ്യം വരില്ല, കാരണം ഈ പൊട്ടറ്റോ ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് വരുവേ. അപ്പോൾ നന്നായിട്ട് വെള്ളം തെളിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല, കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. റെസ്റ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് വരും. ഇതിപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചേ. അതിന് ശേഷം നമ്മൾ പരത്തുന്നത് ചെറിയ ചപ്പാത്തിയായിട്ടാണ് ഞാൻ പരത്തുന്നത്. അത്ര വലുതാക്കലൊന്നുമില്ല. അപ്പോൾ ചെറിയ ചപ്പാത്തിയായിട്ട് പരത്തി നെയ്യിലാണ് ചുട്ടെടുക്കുക. മറ്റേ വേറെ ഓയിലും വെളിച്ചെണ്ണയൊന്നുമില്ല ഞാൻ ഒഴിക്കൽ. നെയ്യാണ് തടവ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായി ശരിക്കും നല്ലോണം പൊങ്ങി വരും കേട്ടോ. നന്നായി ഇച്ചിരി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെ ഇത് പൊന്തി വരും. ഇതുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക. നമ്മൾ രാവിലെ ഉണ്ടാക്കി ഇപ്പോൾ വൈകുന്നേരം എടുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. മറ്റേ ഏത് ചപ്പാത്തി പൊടി ആയാലും നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും കുറച്ച് ടൈം കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് ഇച്ചിരി ഹാർഡായി പോകില്ലേ. ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. സൂപ്പറാണ്. ഇനി കറിക്കായിട്ടേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി 4-5 കശുവണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ജീരകമാണ് ഫസ്റ്റ് പൊട്ടിക്കണത്. ജീരകം നന്നായി പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ നന്നായി കൊത്തിയരിഞ്ഞ സവോള ഇട്ടിട്ട് നന്നായി വഴറ്റണേ. സവോള നല്ല ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ കാശ്മീരിയാണ് എടുത്തേക്കുന്നത്, മുളക് പൊടി. കാരണം എരിവ് ഇവിടെ അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി കശുവണ്ടിപ്പരിപ്പും. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമുണ്ട്. ആ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഡ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ആഡ് ചെയ്യുക. പച്ച ഗ്രീൻ പീസാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം വേണം നമുക്ക് പനീർ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കി മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാണ്. അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ പീസ് വേവാനുള്ള അത്ര വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വറ്റി വരണതാണ് പാകം, എണ്ണ തെളിഞ്ഞ് വരണത്. ലാസ്റ്റ് ഗരം മസാല ആഡ് ചെയ്യാം. നന്നായി മിക്സാക്കുക. കണ്ടോ, ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുക്കണത്. അതിനുശേഷം ലാസ്റ്റ് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് അപ്പോൾ വരുവേ. ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.